all, welcome to Competitive Cracker. ഞാൻ ധന്യ. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം നമുക്ക് എന്തായാലും ഒരു സെപ്റ്റംബറിൽ തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഓഗസ്റ്റ് വരെയുള്ള PSC കലണ്ടറിൽ അത് വന്നിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിൽ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആ സമയത്ത് പഠിക്കാം, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഡേറ്റ് വരട്ടെ എന്നൊന്നും വിചാരിക്കേണ്ട. എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അറിയാം, പക്ഷെ എന്നിരുന്നാലും ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതില് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ആ ഒരു സിലബസ് നമ്മൾ കഴിഞ്ഞ സിലബസ് എടുക്കുന്ന സമയത്ത് അതിൽ വന്ന അത് ഒരു മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് അതിലെ സ്പെഷ്യൽ ടോപ്പിക്സ്. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ്. അപ്പൊ കഴിഞ്ഞ സിലബസ് എടുക്കുന്ന സമയത്ത് 13 മാർക്കിനാണ് അത് ചോദിക്കുന്നത്. സോ 13 മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ മാർക്കാണ് അല്ലെ. റാങ്ക് മേക്ക് ചെയ്യുന്ന ചിലപ്പോൾ മാർക്സ് ആയിരിക്കും ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ PSC മാത്രം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോ നമ്മുടെ GK ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും. പക്ഷെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് വരുന്ന സമയത്ത് ചിലപ്പോൾ അതിന് കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അല്ലെങ്കിൽ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ പലരും ചിലപ്പോ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, പക്ഷെ അത് അത്ര നോക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയായിരിക്കും നമ്മുടെ മാർക്ക് പോകുന്നത്, അവിടെയായിരിക്കും നമ്മുടെ റാങ്ക് താഴത്തോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇതിലെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, എത്ര മാർക്കിനാണ് അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ച് ഒന്ന് പറയുവാണ്. സോ CC ലേണിംഗ് ആപ്പ് നമുക്ക് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ CC ലേണിംഗ് ആപ്പിലുണ്ട്. സോ ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിൽ നോക്കിക്കേ, ഇമ്പോർട്ടന്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി ആക്ട് ആൻഡ് കമ്മീഷൻസ് 13 മാർക്ക്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് കഴിഞ്ഞ സിലബസ് എടുത്ത് നോക്കുന്ന സമയത്ത് 13 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്തവണ സിലബസ് മാറുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ മാറാം, സിലബസ് മാറാം. പക്ഷെ എന്നാലും ഈ ഒരു ടോപ്പിക്സ് ഒന്നും അങ്ങനെ എടുത്തു കളയാനുള്ള ഒരു ചാൻസ് ഇല്ല. കാരണം എന്താ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചും സ്പെഷ്യൽ കമ്മീഷൻസിനെ കുറിച്ചും കമ്മിറ്റീസിനെ കുറിച്ചും അതുപോലെ നമ്മുടെ റീസെന്റ് വന്ന NEP 2020 ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ആയിക്കോട്ടെ, 86 ആയിക്കോട്ടെ, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 ആയിക്കോട്ടെ, ഇതൊന്നും എടുത്തു കളയാൻ ഒരു ചാൻസും ഇല്ല. കാരണം എന്താ, ഇതൊക്കെ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാ. ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നുള്ള ഒരു ജോലിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സിലബസ് മാറുവാണെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ. അല്ലാതെ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ എടുത്തു കളയാനുള്ള ഒരു ചാൻസ് ഒട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ സിലബസ് മാറിയിട്ട് പഠിക്കാം എന്നൊന്നും വിചാരിച്ചിരിക്കാതെ ഇപ്പൊ ഉള്ള സിലബസ് വെച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഇതിൽ എന്തായാലും ഇപ്പൊ UGC ആക്ട് ആയിക്കോട്ടെ, കമ്മീഷൻസും കമ്മിറ്റീസും ഒന്നും എന്തായാലും എടുത്തു കളയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു 13 മാർക്ക് 13ൽ 13 നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഇതിന്ന് ഇപ്പോ ഒരുപാട് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു കമ്മിറ്റീസും കമ്മീഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 13 മാർക്ക് കിട്ടും എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടന്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി ആക്ട് ആൻഡ് കമ്മീഷൻസ് എന്നുള്ളതാണ് അതിന്റെ പേര്. അതിൽ തന്നെ നമുക്ക് 2 യൂണിറ്റ് ആണ് വരുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആൻഡ് ആക്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് ആക്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. അത് 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ദെൻ അടുത്തത് നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ, അത് 7 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 6ഉം 7ഉം 13, അങ്ങനെയാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ നോക്കിക്കേ, യൂണിറ്റ് 1 എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആൻഡ് ആക്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതിന് വരുന്ന കാര്യം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നുണ്ട്. അതൊക്കെ മാറുന്ന തോന്നുന്നുണ്ടോ? കാരണം യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ആ ഒരു കമ്മീഷനൊക്കെ എന്തായാലും ഇത് മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും മാറില്ല അല്ലെ. കാരണം ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചും അതുപോലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കമ്മീഷനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അതിനൊരു മറ്റൊരു പേരാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുള്ളത്. അപ്പൊ അതൊന്നും എന്തായാലും മാറാനായിട്ട് പോകുന്നില്ല. ഇനി മേജർ റെക്കമെൻഡേഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അതിന്റെ റെക്കമെൻഡേഷൻസ്, അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ 1953, UGC ആക്ട് ഇൻ 1956 അതിൽ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വരുന്നുണ്ട്. പിന്നെ ഗ്രാന്റ് ഗിവിംഗ് ഏജൻസി, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ
Indian Education Commission or the Kothari Commission. The major recommendations and reforms, National Knowledge Commission 2005, 2006 and 2009 അതിന്റെ റെക്കമെൻഡേഷൻസ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ യൂണിറ്റ് 1 വരുന്നത്. പക്ഷെ ഞാൻ പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിലും ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടു എന്ന് വെച്ചാൽ ജസ്റ്റ് എന്താണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, എന്താണ് കോത്താരി കമ്മീഷൻ എന്ന് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതിന്റെ മേജർ റെക്കമെൻഡേഷൻസും അതിൽ വരുന്ന കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ പേരും അങ്ങനെ ഓരോന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 6 മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യമാണെങ്കിലും നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ റീസെന്റ് വന്ന പോളിസിയാണ് നമ്മുടെ NEP 2020 എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്തായാലും എക്സാമിന് വരും അല്ലെ. പക്ഷെ നമുക്ക് NEP 2020 എന്ന് പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മാർക്ക് നമുക്ക് പോവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. സോ നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ 1968 അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു പോളിസി എന്ന് പറയുന്നത്. അതിന്റെ കീ ഹൈലൈറ്റ്സ് കവേഴ്സ് എലിമെന്ററി എഡ്യൂക്കേഷൻ ടു കോളേജസ് ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയ, equivalent opportunity for all including the women, SC/ST communities to study. The national policy in education 1986 കുറിച്ചുണ്ട്, അവരുടെ കീ ഹൈലൈറ്റ്സ് ഉണ്ട്. ദെൻ കോമൺ മിനിമം പ്രോഗ്രാം 2005, അതുപോലെ തന്നെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അതിൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ വരുന്നുണ്ട് 1992. അതിൽ 68 പഠിക്കാനായിട്ടുണ്ട്, 86 പഠിക്കാനായിട്ടുണ്ട്, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹൈലൈറ്റ്സും പിന്നെ അതിന്റെ റെക്കമെൻഡേഷൻസും പിന്നെ റിപ്പോർട്ട് ഓഫ് യശ്പാൽ കമ്മിറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അത് ഇവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, യശ്പാൽ കമ്മിറ്റി ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. പിന്നെ അതിന് മേജർ റെക്കമെൻഡേഷൻസും അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ റീസെന്റ് വന്ന NEP 2020. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോഴും ജസ്റ്റ് അത് എന്താന്ന് അറിഞ്ഞാൽ പോരാ, അതിന്റെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ ഒരു 7 മാർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ 13 മാർക്ക് നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റും അല്ലെ. അപ്പൊ പലരും ചിലപ്പോൾ ഈ ഒരു ഏരിയ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പഠിക്കണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ആ മാർക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും സ്കോർ ചെയ്യാന്ന് വിചാരിക്കും. പക്ഷെ അത് മെയിൻ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ 13 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് മിസ്സാക്കാതെ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മാത്രം പഠിച്ചതുകൊണ്ടായില്ല, നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കണം. പക്ഷെ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഒരു സെറ്റ് അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞത് നടന്നത് എനിക്ക് തോന്നുന്നു 3 വർഷം മുൻപാണ്, 2023 കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം നടന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു PYQ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അത് മാത്രം നോക്കിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ്, ഇതിൽ തന്നെ ഏതാണ് ഇമ്പോർട്ടന്റ്, ഇതിന്റെ വെയിറ്റേജ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അത് മാത്രം നോക്കിയത് കൊണ്ട് നമുക്ക് അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് കൂടുതലും ചോദിച്ചിരിക്കുന്നത് കോത്താരി കമ്മീഷനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ് ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ എന്ന് വെച്ച് നമുക്ക് NEP 2020 ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് അതിനൊന്ന് വിലയിരുത്താനോ അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ കണ്ടെത്താനോ ഒന്നും സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ്, ഒരു പ്രോപ്പർ ഒരു ഗൈഡൻസ് തന്നെ വേണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് കണ്ടെത്തി പഠിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ, അതായത് ഇത് ഈ 2023 നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്: ദ കോത്താരി കമ്മീഷൻസ് റിപ്പോർട്ട് വാസ് എൻടൈറ്റിൽഡ് ആസ്, അല്ലേ? ദ കോത്താരി കമ്മീഷൻസ് റിപ്പോർട്ട് വാസ് എൻടൈറ്റിൽഡ് ആസ്. We have 4 options: education for future India, diversification of education, education and national development, education and socialization in democracy. അപ്പൊ ഇവിടെ വരുന്നത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആ ഒരു പേരെന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഈ കോത്താരി കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ കോമൺ സ്കൂൾ സിസ്റ്റം കൊണ്ടുവന്നതും, ആൻഡ് നമുക്ക് പറയാം സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ മറ്റൊരു പേരാണ് മുതലിയാർ കമ്മീഷൻ. അപ്പൊ ആ ഒരു കമ്മീഷനിൽ സെക്കൻഡറി എഡ്യൂക്കേഷനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഇനി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ, അല്ലെ? രാധാകൃഷ്ണൻ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ,
1948-49 ആണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു കമ്മീഷനിലും യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ കോത്താരി കമ്മീഷനിലാണ് മൊത്തത്തിൽ പറയുന്നത്, അതായത് ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്നാണ് ഇതിന്റെ പേരെന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെക്കാം. സോ ഇവിടെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66 ആണ് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്, ആ ഒരു വർഷം എന്ന് പറയുന്നത്. ഇനി പോപ്പുലർലി നോൺ ആസ് കോത്താരി കമ്മീഷൻ. സോ കോത്താരി കമ്മീഷൻ നമ്മൾ ചുമ്മാ എന്ത് പറയാറുണ്ട്, എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും കൂടെ പറയാറുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയാറുണ്ട്. ഇനി 1964-66 ആണെന്ന് ആലോചിക്കുക. പിന്നെ വാസ് അപ്പോയിന്റഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബൈ എ റെസൊല്യൂഷൻ ഡേറ്റഡ് 14 July 1964. Then with the aim to advise the government on the national pattern of education and on the general principles and policies for the development of education at all stages and in all aspects. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, at all stages, നമ്മൾ പ്രൈമറി സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്, ഹയർ സ്റ്റേജ് എന്നുള്ളതല്ല, all stage and in all aspects ഉള്ളത് ഓർത്ത് വെക്കാം. There were 17 members in the commission. Chairman of the commission was Professor D.S. Kothari. അപ്പോൾ അതുകൊണ്ടാണ് കോത്താരി കമ്മീഷൻ എന്ന് പേര് വന്നത്. Then chairman of the University Grant Commission. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ആദ്യത്തെ പഴയ ചെയർമാൻ ആയിരുന്നു, മുൻപുള്ള ചെയർമാൻ ആയിരുന്നു നമ്മുടെ D.S. കോത്താരി എന്ന് പറയുന്നത്. അപ്പൊ അവരാണ് ഇതിന്റെ കോത്താരി കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് മാത്തമാറ്റിക്സ് മെയ്ഡ് കമ്പൽസറി ഇൻ ക്ലാസ് 1 to 10? 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ മാത്തമാറ്റിക്സ് കമ്പൽസറി ആക്കിയത് ഏത് കമ്മീഷൻ ആണെന്നുള്ളതാണ്. വി ഹാവ് 4 ഓപ്ഷൻ: ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986, യശ്പാൽ കമ്മിറ്റി, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ 1993. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ഒരു സിലബസിൽ കണ്ട സാധനം തന്നെ അല്ലേ. അപ്പൊ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചവർക്ക് ഈ ഒരു ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം എന്നുള്ളതാണ്. സോ അക്കോർഡിംഗ് ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് മാത്തമാറ്റിക്സ് മെയ്ഡ് കമ്പൽസറി ഇൻ ക്ലാസ് 1 to 10 ആണ് അല്ലെ. അതിന്റെ ആൻസറും ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 ആണ്. അപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ നമ്മൾ കഴിഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോത്താരി കമ്മീഷന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഇയർ എപ്പോഴാണ്? 1964 to 66 ആണ്. ഓക്കെ ആണല്ലോ, 1964 to 66 ആണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ കഴിഞ്ഞ തവണ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് വർ ദ 3 യൂണിവേഴ്സിറ്റീസ് ദാറ്റ് കെയിം അണ്ടർ ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി വിച്ച് വാസ് ഫോംഡ് ബേസ്ഡ് ഓൺ ദ സർജന്റ് റിപ്പോർട്ട് ഓഫ് 1944 to 45. അപ്പൊ സർജന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് പഠിക്കാനായിട്ട് സാധിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ നിന്ന് തന്നെ എന്തൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും? ഇവിടെ പറയുന്നത് ഏതൊക്കെ 3 യൂണിവേഴ്സിറ്റീസ് ആണ് ദാറ്റ് കെയിം അണ്ടർ ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി which was formed based on the surgeon report of 1944 to 45. അപ്പൊ ഈ സർജൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് 1944 to 45 എന്നൊരു കാലത്തിലാണെന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ 3 യൂണിവേഴ്സിറ്റീസ് ആണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റിന്റെ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വേറെയാണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി വേറെയാണ്. അപ്പൊ UGC എന്നുള്ളൊരു വാക്കാണെങ്കിലും UGC എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എന്ന് പറയുന്നത് 1956 വന്നതാണ്. പക്ഷെ ഇത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയാണ്. അപ്പൊ ഇതിന്റെ അണ്ടറിൽ ആദ്യം 3 യൂണിവേഴ്സിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് അലിഗഡ്, ബനാറസ് ആൻഡ് ഡൽഹി. ഈ 3 യൂണിവേഴ്സിറ്റീസ് ആണ് ആദ്യം നമ്മുടെ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി നോക്കിക്കേ, ദ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ 1945 based on the recommendations of the surgeon report of 1944 to oversee and manage the functioning of the 3 central universities of Aligarh, Banaras and Delhi. After independence, its mandate was extended to all universities. അപ്പൊ ആദ്യം നോക്കിക്കേ, 1945 എന്ത് വന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മിറ്റി വന്നത്.
അത് ആദ്യം മനസ്സിലാക്കുക. ഏതിന്റെ റെക്കമെൻഡേഷൻസിലാ? സർജൻ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻസിലാണ്. അപ്പൊ അതിന്റെ അണ്ടറിൽ 3 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അതായത് ആഫ്റ്റർ 1947 എന്തായി? എല്ലാ യൂണിവേഴ്സിറ്റീസും അല്ലെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. UGC ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ UGC എന്ന് പറയുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ്. 1956 അത് വന്നത് എന്ന കാര്യം പിടികിട്ടിയല്ലോ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹയർ എഡ്യൂക്കേഷന് ഫണ്ട് കൊടുക്കുന്നു, അവിടെ പ്രോപ്പർ ഗ്രാൻഡ്, അങ്ങനെ അത് മാത്രമല്ല, അത് അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷെ ചെറിയൊരു ഫംഗ്ഷൻ മാത്രം. അതിന്റെ ഓവറോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട്, ഓക്കെ, ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. So UGC has been established by an act of Indian Parliament to regulate the quality of higher education. കണ്ടോ? To regulate the quality of higher education എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആണ് അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, UGC has been established for the coordination, determination and maintenance of standards of university education in India. അതും എന്താ? ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 2 സ്റ്റേറ്റ്മെന്റും ശരിയായതുകൊണ്ട് തന്നെ both statement 1 and statement 2 are correct എന്നുള്ള ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഞാനൊരു 4 ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് മോഡൽ കാണിച്ചു തരാനായിട്ട് കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുടെ എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത് വളരെ കുറവാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. നമുക്ക് ബാക്കിയൊക്കെ പലവിടെ നിന്ന് കിട്ടുമായിരിക്കും, പക്ഷെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് കിട്ടാൻ പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പലവിടെ നിന്ന് റെഫർ ചെയ്ത് കറക്റ്റ് ഫോക്കസ് ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് പലവിടെ നിന്നായിട്ട് റെഫർ ചെയ്ത് പഠിക്കുക തന്നെ വേണം. ആൻഡ് അതിൽ തന്നെ ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മുടെ ഇപ്പോൾ CCയില് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ആ ഒരു രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. അതിന്റെ ഡിസ്കഷൻസും അതുപോലെ തന്നെ പ്രോപ്പർ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ബാച്ച് പോകുന്നത്. സോ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിഗ്രി ലെവൽ മെയിൻസ് ലക്ഷ്യം ഉള്ള ആൾക്കാർ അല്ലെ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 8590202323 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഇപ്പൊ എഴുത്തത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് വീഡിയോന് താഴെ കമന്റ് ചെയ്യാം. സോ എന്തായാലും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.